നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ മദ്ബഹായിൽ പ്രവേശിപ്പിച്ച ഒരു പയ്യൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ കെട്ടിക്കണം. വളരെ സന്തോഷമായി. കല്യാണ ദിവസം വന്നു, കല്യാണം നടത്തി, കെട്ടിച്ചു, സന്തോഷമായിട്ട് വന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ വീണ്ടും വന്നു, അച്ഛാ പൊട്ടിക്കണം. എന്നെക്കാലൊക്കെ ഒത്തിരി വണ്ണം പൊക്കമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് പൊട്ടിച്ചേനെ. പക്ഷേ 1 വർഷത്തിലധികം ഞാൻ ശ്രമിച്ചിട്ടും അത് പൊട്ടി. കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കണക്ക് പരിശോധിച്ചു. 10-ൽ 4 വിവാഹങ്ങളോളം പരാജയപ്പെടുന്നു. കോടതിയിൽ കേസിലേക്ക് എത്തുന്നു. വെറും പരാജയമൊന്നുമില്ല, കോടതിയിൽ കേസിലേക്ക് എത്തുന്നു. കുടുംബത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 6 തരം കുടുംബങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് ചിയറിങ് ഫാമിലി എന്ന് പറയുന്നു. സന്തോഷിക്കുന്ന കുടുംബമാണ്. എവിടെയാണ് കുടുംബം സന്തോഷിക്കുന്നത്? എങ്ങനെയാണ് ആ കുടുംബം ഇരിക്കുക? നോക്ക, പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പനും അമ്മയും 2 മക്കളും, വളരെ സന്തോഷമാണ് ആ കുടുംബം. വൈകിട്ട് വീട്ടിലെത്താനായിട്ട് അപ്പനും അമ്മയ്ക്കും മക്കൾക്കും തിരക്കാണ്. മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇച്ചിരി നേരം കളിക്കാനും ചിരിക്കാനും വിശേഷം പറയാനും ഒക്കെ അവർക്ക് വളരെ ഉത്സാഹമാണ്. ഇനി ആ ഉത്സാഹം മാത്രമല്ല, ഒരു ഞായറാഴ്ചയല്ലേ, അല്പം ഒന്ന് വിശ്രമിച്ചേക്കാം, ഒന്ന് ഉച്ചമയക്കത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചാൽ അപ്പനും അമ്മയും കട്ടിലിൽ പോയിന്ന് കിടന്നാൽ ഈ 2 എണ്ണവും കൂടെ വന്ന് അപ്പൻ്റെ അമ്മയുടെ നെറുക്കേറി കിടക്കും. ആ സാന്നിധ്യം തന്നെ അവർക്ക് ഉത്സാഹമാണ്. വീട്ടിൽ വന്നാലോ, വൈകുന്നേരം സ്കൂൾ വിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ, അപ്പനായ എന്തെങ്കിലും മക്കളോടും ഭാര്യയോടും പറയാനുണ്ടാവും, മക്കൾക്ക് അപ്പനോടും അമ്മയോടും പറയാനുണ്ടാവും, അമ്മയ്ക്കും പറയാനുണ്ടാവും. പറയാൻ കാത്തിരിക്കുകയാണ്, കേൾക്കാൻ കാത്തിരിക്കുകയാണ്, എല്ലാത്തിലും സന്തോഷമാണ്. ഒരു ദിവസം ഒരുമിച്ച് 1/2 മണിക്കൂറെങ്കിലും വിശേഷം പറഞ്ഞിരിക്കാൻ കണ്ടെത്തുന്നൊരു കുടുംബമാണ്. ആ കുടുംബമാണ് സന്തോഷിക്കുന്ന കുടുംബം, അല്ലെങ്കിൽ ഒന്നാമത്തെ ചിയറിങ് ഫാമിലി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കെയറിങ് ഫാമിലിയാണ്. പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാ കാര്യങ്ങളും ഒരാളുടെ നിയന്ത്രണത്തിലാണ്. അയാളാണ് എല്ലാം അറിയുന്നത്, അയാളാണ് എല്ലാം തീരുമാനിക്കുന്നത്, അയാൾ മാത്രമാണ് അറിയുന്നത്. മക്കൾക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ചിയറിങ് ഫാമിലിയിൽ കണ്ടതുപോലെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്നും അറിയുന്നില്ല. അതത്ര നല്ലതാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. കാരണം ചെറുപ്പം മുതലേ എല്ലാം അറിഞ്ഞു വളരുന്ന മക്കളാണ് ഉത്തരവാദിത്വമുള്ളവരായി തീരുന്നതും പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുന്നത്. അവരൊക്കെ ചെറുപ്പം മുതലേ കണ്ടു കാണുന്നതാണല്ലോ. കെയറിങ് ഫാമിലിയുടെ ഒരു ഗുണം, ആർക്കും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കെയറിങ് നടത്തുന്നത് മിക്കവാറും അപ്പനായിരിക്കും. അപ്പന് എന്തൊക്കെ കുറഞ്ഞാലും മക്കൾക്കും മിക്കവാറും ഭാര്യയ്ക്കൊന്നും കുറയില്ല. ചിലപ്പോൾ അമ്മയും ചെറിയ ഭക്ഷണം കുറവാണെങ്കിൽ അമ്മ മാത്രമേ അറിയുള്ളൂ, അത് വേറെ ആർക്കും ഒന്നിനും കുറവുണ്ടാകില്ല. അവിടെ ഒരുമിച്ചിരുന്ന് വർത്താനം, ബഹളം, ഉല്ലാസം ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പനെല്ലാം അറിയും, അപ്പനെല്ലാം നൽകും. എല്ലാവരും സുരക്ഷിതരായി സംരക്ഷിതരായി ജീവിക്കുന്ന ഒരനുഭവം, കുറവില്ലാതെ. ഇനി മൂന്നാമതൊരു തരം കുടുംബമുണ്ട്. അതിനെ ബെയറിങ് ഫാമിലി എന്ന് പറയാം. സഹിക്കുന്ന കുടുംബം. അത് ഇച്ചിരി പ്രതിസന്ധിയിലുള്ള ഒരു കുടുംബം. എപ്പോഴാണെന്നറിയാമോ? അപ്പൻ്റെ മാതാപിതാക്കൾക്ക്, ഗ്രാൻഡ് പേരൻസിന് ഇച്ചിരി പ്രായമൊക്കെ ആയി, മക്കളൊക്കെ പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക്, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഗ്രാൻഡ് പേരൻസിന് ചികിത്സയ്ക്ക് നല്ല പണച്ചെലവുണ്ട്. ചിലപ്പോൾ അവർക്ക് എപ്പോഴും പരിചരണം ആവശ്യമായിട്ട് വരും. വീടിൻ്റെ ലോൺ, കാറിൻ്റെ ലോൺ, വിദ്യാഭ്യാസ ലോൺ, 100 ലോണുകളുണ്ടാവും, ചിട്ടികളുണ്ടാകും. ഈ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഉല്ലാസമോ പങ്കുവെക്കലോ ഒന്നുമില്ല. എന്നെ ഈ പറയാനിരിക്കണേ,
ഈ പരാതിയും പരിവട്ടോ അല്ലേ? അങ്ങനെ അധികം സംസാരമൊന്നുമില്ലാത്ത, വലിയ ഉല്ലാസമൊന്നുമില്ലാത്ത, എന്നാ കലഹമുണ്ടോ കലഹമൊന്നുമില്ല, പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എല്ലാവരുടെ മനസ്സിലും ഭാരമുണ്ട്. അങ്ങനെ ഉല്ലസിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തികം ഒരു വശത്തുണ്ടാവും, അപ്പൻ്റെ ഒരു പക്ഷേ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും, ഗ്രാൻഡ് പേരൻസിനെ കരുതേണ്ടി വരുന്നു. അങ്ങനെ സഹിച്ചു പോകുകയാണ്. കുടുംബം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടുന്നില്ല. പിന്നെ വേറെ എവിടെ പോകാനാ? അവര് കുടുംബത്തിലിരിക്കുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു. പക്ഷെ കുടുംബത്തെ അങ്ങ് സഹിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ആസ്വദിക്കുകയല്ല, സഹിക്കുകയാണ്. അടുത്ത് വരുന്നതാണ് ഫിയറിങ് ഫാമിലി എന്ന് പറയുന്നത്. ഫിയറിങ് ഫാമിലി ഒരു പ്രായം, ഇതും അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ, ഈ ബെയറിങ് ഫാമിലിയും കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധിയാണ്. എന്താണ്? ഗ്രഹനാഥൻ എത്ര ശ്രമിച്ചിട്ടും ഒരാളുടെ വരവ് കൊണ്ട് എല്ലാ ചെലവും നടത്താൻ കഴിയുന്നില്ല. മകളുടെ കല്യാണക്കാരും ഓർത്തും, ആഭരണം മേടിച്ചു വെക്കേണ്ടത് ഓർത്തും, പൈസ കയറുന്നത് ഓർത്തും ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോൺ അടയ്ക്കല് പലപ്പോഴും പ്രതിസന്ധിയിലാവുന്നു. ചിട്ടിക്കാർ വന്ന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. വീട്ടില് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ. ഭാര്യയ്ക്ക് 10 പരാതികൾ പറയാനുണ്ട്, ഭർത്താവിന് 12 പരാതി പറയാനുണ്ട്. പ്രായമായ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പരാതി മാത്രമായിരിക്കും പറയാനുണ്ടാവുക. മക്കൾക്കോ, മോക്ക് വീട്ടിൽ കയറണമെന്ന് ആഗ്രഹമില്ല, വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹമില്ല, മോനെ വീട്ടിൽ കയറണമെന്ന് ആഗ്രഹമില്ല. മോൻ എന്തെങ്കിലും കോളേജിലെ പരിപാടി എന്നും പറഞ്ഞോ, ക്ലബിലെ പരിപാടി എന്നും പറഞ്ഞോ, പള്ളി പരിപാടി എന്നും പറഞ്ഞോ മോൻ രാത്രിയായിട്ടായിരിക്കും വരിക. മകള് വരുന്നത് ഇച്ചിരി കമ്പൈൻസിലേക്ക് ആയിട്ട് വന്ന് അവിടെ വീട്ടിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറി നിൽക്കും. കാര്യം പേടിയാണ് എല്ലാവർക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചു പോയാൽ അത് ഒരു കലഹത്തിൽ അവസാനിക്കുള്ളൂ. സംസാരിക്കാതെ, സംസാരത്തെ ഭയന്ന്, ഇനി സംസാരിച്ചാൽ ഒയ്യോ എന്തൊരു ചൂടാപ്പ്, മഴ പെയ്യണ മട്ടില്ല. കുടുംബത്തിലെ ഒരു കാര്യം പോലും ചർച്ച ചെയ്യപ്പെടില്ല. ആദ്യത്തെ കുടുംബത്തിൽ ഫിയറിങ് ഫാമിലിയിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ഫിയറിങ് ഫാമിലിയിലേക്ക് വന്നപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമൊന്നുമില്ല. എന്തും പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു കുടുംബം. ഇതും കഴിഞ്ഞ എല്ലായിടത്തും ഒന്നുള്ള അവസ്ഥയല്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഫയറിങ് ഫാമിലി. ആരെന്തു പറഞ്ഞാലും കലഹത്തിൽ അവസാനിക്കുന്ന ഒരു ഫാമിലി. കലഹം മാത്രം. ഭാര്യയും ഭർത്താവും കൂടിക്കണ്ടെന്നാൽ അന്ന് വഴക്ക് എന്നാണ് അതിന് പറയുക. ഫയറിങ് ആണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി 100 പരാതികളുണ്ട്, ഭർത്താവിന് ഭാര്യയെ പറ്റി 118 പരാതികളുണ്ട്, മോന് അപ്പനെ പറ്റി 156 പരാതികളുണ്ട്, മകൾക്ക് അമ്മയെ പറ്റി 100,000 പരാതികളുണ്ട്. അയ്യോ ഇതെന്തൊരു കുടുംബം എന്ന് മോനും പറയും. എന്റെ കർത്താവേ എന്തോ ഒരു നല്ല ആലോചനയ്ക്കത്തെ ഇങ്ങോട്ടെന്നെ കെട്ടിയെടുത്ത് ഭാര്യയുടെ വാക്കാണ്. ഇതിനാണോ ഞാൻ ഈ രാപകല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന? ഒരു നല്ല വാക്ക് ഇവിടെയുള്ള ഒരെണ്ണത്തിനും പറയാനില്ലല്ലോ. ഭർത്താവിന്റെ പരാതിയാണ്. ഒരു കുഴമ്പ് മേടിക്കാൻ പറഞ്ഞിട്ട് 3 ആഴ്ചയായല്ലോടാ. അപ്പന്റെ പരാതിയ, അമ്മയ്ക്കുണ്ട് പരാതി. എല്ലാവരും കലഹിക്കുന്ന, വാ തുറന്നാൽ കലഹമായി പോകുന്ന ഫയറിങ് ഫാമിലിയാണ് അടുത്തത്. ഇനി അടുത്തത് അവസാനത്തേതാണ്, 6ാമത്തേതാണ് ടയറിങ് ഫാമിലി. ടയർ എന്ന് വെച്ചാൽ കീറി മുറിക്കാൻ അർത്ഥം. കുടുംബം 2ആയി പിരിയുകയാണ്. ഇത് ഇവിടെ ജീവിക്കുന്നത് നല്ലതല്ല എന്ന്, ഇവിടെ ജീവിക്കുന്നത് നല്ലതല്ല, ജീവിക്കാൻ പറ്റില്ല, മരിച്ചാ മതിന്ന് പലരും പലപ്പോഴും ചിന്തിക്കും. എന്തു പറഞ്ഞാലും കലഹമാണ്, എന്തു പറഞ്ഞാലും കുറ്റപ്പെടുത്തലാണ്, എന്തു പറഞ്ഞാലും പരാതിയാണ്. ഒരു വാക്ക് പോലും സന്തോഷം നൽകുന്നത് ആ കുടുംബത്തിലുണ്ടാകില്ല. അങ്ങനെ
അത് വർദ്ധിച്ചു വരുമ്പോഴാണ് ടയറിങ് ഫാമിലിയായി രണ്ടായിട്ട് കീറി മുറിഞ്ഞ് വേർപിരിഞ്ഞു പോകുന്നത്. ഷെയറിങ് ഫാമിലി ആയുഷ്കാലം മുഴുവൻ നിലനിർത്താൻ എളുപ്പമല്ല, എങ്കിലും ഷെയറിങ് ഒക്കെ എപ്പോഴും ആകാം. കെയറിങ് ഫാമിലി സാധിക്കുന്നതാണത്, കൊണ്ടു നടക്കാവുന്നതാണത്. പക്ഷേ ഇടയ്ക്കൊക്കെ അബദ്ധങ്ങൾ പറ്റും. ബെയറിങ് ഫാമിലിയോ ശരി അധികം ശ്രദ്ധ കൊടുത്താൽ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ, അബദ്ധവാക്കുകൾ പറയാതിരുന്നാൽ, ആവശ്യമില്ലാത്ത കുറ്റപ്പെടുത്തലുകൾ പറയാതിരുന്നാൽ, ഇടയ്ക്കൊക്കെ അഭിനന്ദനത്തിന്റെയും നന്മയുടെയും വാക്കുകളൊക്കെ പറഞ്ഞാൽ, എല്ലാവരും വീടിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ, ബെയറിങ് ഫാമിലിക്ക് അത്ര ബെയർ ചെയ്യേണ്ടി വരുമൊന്നുമില്ല. പോകാം, മുന്നിലേക്ക് പോകാം ധൈര്യമായിട്ടും. പക്ഷെ നല്ല വാക്ക് പറയാൻ അറിയണം. സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം. എങ്ങനെ ചിലവുകളും മറ്റു കാര്യങ്ങളും നിയന്ത്രിക്കാമെന്നറിയണം. ഷെയറിങ് ഫാമിലി ലാസ്റ്റ് ചാൻസ് ആണ്. എല്ലാവരും മിണ്ടാതിരിക്കുക. ഭർത്താവ് വരുന്നത് വരെ ഭർത്താവിന്റെ കൂർക്കം വലി കേൾക്കുന്നത് ഒരു ഭാര്യ പാത്രം കഴുകുന്ന അവസ്ഥയാണ്. ഭാര്യ പ്രാർത്ഥനയും കഴിഞ്ഞ് ഊണ് കഴിക്കാൻ പോയാൽ മാത്രമാണ് ഭർത്താവ് വീട്ടിൽ വരുന്നത്. മിണ്ടാൻ നേരെ നോക്കാൻ ഇഷ്ടമില്ലാത്ത അപകടത്തിന്റെ വക്കത്ത് നിൽക്കുന്നതാണ്. പക്ഷേ വേണ്ട ഉപദേശങ്ങൾ കിട്ടിയാൽ, വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടിയാൽ, എവിടെയാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാക്കാൻ സാധിക്കും. ടയറിങ് ഫാമിലി തീർന്നു. ഒന്നും കേൾക്കാൻ മനസ്സുണ്ടാവില്ല, ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. പരസ്പരമുള്ള തെറ്റുകൾ മാത്രമാണ് മനസ്സിലുണ്ടാവുക. അവിടെ ദൈവം നേരിട്ടിടപെടേണ്ടി വരും. കുടുംബം മുമ്പിലേക്കാണ് പോകേണ്ടത്. പക്ഷേ കുടുംബത്തെ അറിഞ്ഞ് എല്ലാവരുടെയും ഉത്തരവാദിത്വമായി തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി പരിഹരിച്ചാൽ കുടുംബം ആദ്യം മുതൽ അവസാനം വരെ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ആയിട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ. കുടുംബത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. കുടുംബം ഇവിടെ ഒരു സന്തോഷത്തിന് ഉള്ളതല്ല, നിത്യജീവനിലേക്കുള്ള ഒരു വാതിൽ കൂടെയാണത്. അതിനെപ്പറ്റി അടുത്ത പ്രാവശ്യം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും എൻ്റെ നന്ദി.